ഫ്രണ്ട്സ് എല്ലാവർക്കും ക്വസ്റ്റ് പി എസ് സി ഹസിൽ പി വൈ ക്യൂവിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ കോഡ് 132/2025 കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ്റെ ഗോ ഡൗൺ മാനേജർക്ക് വേണ്ടിയിട്ടുള്ള ഒരു എക്സാം ആയിരുന്നു. എക്സാം നടന്നത് 12 നവംബർ 2025 ഇതിൽ നമുക്ക് ജനറൽ പി എസ് സിക്ക് ആവശ്യമായിട്ട് വരുന്ന കുറച്ച് നല്ല എക്കണോമിക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് എക്കണോമിക് ഓർഗനൈസേഷൻ വെയർ ബിസിനസ് ആൻഡ് ഇൻഡസ്ട്രീസ് ആർ ഓർഗനൈസ്ഡ് ആൻഡ് ക്യാരി ഔട്ട് ഓൺ ഫോർ പ്രോഫിറ്റ് ബൈ പ്രൈവറ്റ് ഓർഗനൈസേഷൻ വിത്ത് എ മിനിമം ഗവൺമെൻറ് ഇൻ്റർഫറൻസ്. എന്താണ് ക്വസ്റ്റ്യൻ? പ്രൈവറ്റ് ഓർഗനൈസേഷൻ പ്രോഫിറ്റ് മോട്ടീവോട് കൂടി ക്യാരി ഔട്ട് ചെയ്യുന്ന ബിസിനസ് വിത്ത് മിനിമം ഗവൺമെൻറ് ഇൻ്റർഫിയറൻസ്. എന്താണ് അതിന് പറയുന്നത്? ക്യാപിറ്റലിസം എന്നാണ് പറയുന്നത്. അടുത്ത ചോദ്യം, The Kerala Cooperatives Agricultural and Rural Development Bank Limited was established in the year 1956. Kerala Cooperative Agricultural and Rural Development Bank എന്നാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത് 1956. കേരളം എസ്റ്റാബ്ലിഷ് ചെയ്ത ഡേറ്റ് ആണ്. കേരള കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ലിമിറ്റഡ്. അടുത്തത്, The Kerala State Marketing Federation Limited, known as MarketFed, became an apex body in the year. MarketFed apex body ആയത് ഏത് വർഷമാണ്? 1960. കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് വന്നത് 1956. മാർക്കറ്റ് അപെക്സ് ബോഡിയായിട്ട് മാറിയത് 1960. മിൽമ വാസ് ഫോംഡ് ഇൻ ദ ഇയർ 1980. മിൽമ എസ്റ്റാബ്ലിഷ് ചെയ്തത് ഏത് ഇയറിലാണ്? 1980. അടുത്ത ചോദ്യം, സുരഭി വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ഇയർ. സുരഭി എന്താണ്? കേരള സർക്കാരിൻ്റെ ഹാൻഡ്ലൂം ഹാൻഡിക്രാഫ്റ്റ്സുമായി ബന്ധപ്പെട്ട ഔട്ട്ലെറ്റാണ് സുരഭി എസ്റ്റാബ്ലിഷ് ചെയ്തത് എപ്പോഴാണ്? 1964. കാപ്പെക്സ് വാസ് സ്റ്റാർട്ടഡ് ഇൻ ദ ഇയർ 1984. കാപ്പെക്സ് 1984. കുറച്ച് ഇയേഴ്സാണ്. ഓക്കെ. അടുത്ത ചോദ്യം, ദ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് ഫംഗ്ഷൻ ഓഫ് RBI വാസ് ട്രാൻസ്ഫേർഡ് ടു. RBIയുടെ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് ഫംഗ്ഷൻ ആർക്കാണ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തത്? ഓപ്ഷൻ ഡി, നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. ആർക്കാണ്? നബാർഡിനാണ് ദ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് ഫംഗ്ഷൻ ഓഫ് RBI ട്രാൻസ്ഫർ ചെയ്തത്. നബാർഡ് എന്നാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്? 1982 ജൂലൈ 12 നബാർഡ് എസ്റ്റാബ്ലിഷ് ആയത്. അടുത്ത ചോദ്യം, ഹൂ ഇസ് ദ ഫൗണ്ടർ ആൻഡ് ഫസ്റ്റ് ചെയർമാൻ ഓഫ് നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ്? നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ് NDDBയുടെ ചെയർമാൻ ആരാണ്? ഡോക്ടർ വർഗീസ് കുര്യൻ. അടുത്ത ചോദ്യം, ദി ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് കേരള കോഓപ്പറേറ്റീവ് ട്രൈബ്യൂണൽ. കേരള കോഓപ്പറേറ്റീവ് ട്രൈബ്യൂണലിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? ഓപ്ഷൻ ഡി, തിരുവനന്തപുരത്താണ് കേരള കോഓപ്പറേറ്റീവ് ട്രൈബ്യൂണലിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് എ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് എ കൊമേഴ്ഷ്യൽ ബാങ്ക്? കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ, വാണിജ്യ ബാങ്കിൻ്റെ പ്രൈമറി ഫംഗ്ഷൻ എന്താണ്? അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്സ്. ചോദ്യം 52, ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വാസ് നാഷണലൈസ്ഡ് ഇൻ ദ ഇയർ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നാഷണലൈസ് ചെയ്ത വർഷം ഏതാണ്? ദേശസാൽക്കരിച്ച വർഷം 1949 അല്ലേ? 1949. ഏത് കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് റിസർവ് ബാങ്ക് സ്ഥാപിതമായത്? 1926 ഹിൽട്ടൺ യാങ് കമ്മീഷൻ അല്ലെങ്കിൽ റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസിൻ്റെ റിപ്പോർട്ട് പ്രകാരമാണ് 1934 നിയമം പാസ്സാക്കുകയും 1935 RBI സ്ഥാപിതമാവുകയും ചെയ്തു. RBI നാഷണലൈസ് ചെയ്ത വർഷം ഏതാണ്? 1949. ആരാണ് RBIയുടെ ഇപ്പോഴത്തെ ഗവർണർ? റിസർവ് ബാങ്ക് ഗവർണർ ആരാണ്? സഞ്ജയ് മൽഹോത്രയാണ് അല്ലേ? സഞ്ജയ് മൽഹോത്ര എത്രാമത്തെ ഗവർണറാണ്? 26ാമത്തെ ഗവർണറാണ്. അപ്പോൾ 25ാമത്തെ ഗവർണർ ആരാണ്? ശക്തികാന്ത ദാസ് ആയിരുന്നു അല്ലേ? ശക്തികാന്ത ദാസ് ആയിരുന്നു 25ാമത്തെ ഗവർണർ. 26ാമത്തെ പ്രസന്റ് ഗവർണർ ആരാണ്? സഞ്ജയ് മൽഹോത്ര. ഓക്കെ. അടുത്ത ചോദ്യം, ദ ബേസിക് സേവിംഗ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട് ഇസ് പ്രൈമറിലി ഇൻട്രൊഡ്യൂസ്ഡ് ടു. ബേസിക് സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട്, സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ്സ് അക്കൗണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ടു എൻകറേജ് സേവിങ്സ് അമംഗ് ദി എക്കണോമിക്കലി വീക്കർ സെക്ഷൻ. എക്കണോമിക്കലി പിന്നാക്കം നിൽക്കുന്ന ആളുകൾക്ക് സേവിങ്സ് എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഡെപ്പോസിറ്റ് ആരംഭിച്ചത്.
അടുത്ത ചോദ്യം, when the RBI conducts open market operations, it involves open market operations കണ്ടക്ട് ചെയ്യുമ്പോൾ അതിനകത്ത് എന്തൊക്കെ വരും? ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഇൻ ദ ഓപ്പൺ മാർക്കറ്റ്. ഓപ്പൺ മാർക്കറ്റിൽ ബൈയിങ്ങും സെല്ലിങ്ങും നടക്കും. എന്തിൻ്റെ? ഗവൺമെൻറ് സെക്യൂരിറ്റീസിൻ്റെ. ഇൻഫ്ലേഷനും ഡിഫ്ലേഷനും ഒക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് RBI കണ്ടക്ട് ചെയ്യുന്നത്. അങ്ങനെ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് കണ്ടക്ട് ചെയ്യുമ്പം എന്താണ് അവിടെ നടക്കുന്നത്? ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഇൻ ദ ഓപ്പൺ മാർക്കറ്റ്. അടുത്ത ചോദ്യം, ഇൻ ക്രെഡിറ്റ് ക്രിയേഷൻ വെൻ ബാങ്ക്സ് ലെൻഡ് മണി ഇറ്റ് ലെഡ്സ് ടു. ക്രെഡിറ്റ് ക്രിയേഷന് വേണ്ടിയിട്ട് ബാങ്ക് മണി ലെൻഡ് ചെയ്യുമ്പം എന്താണ് സംഭവിക്കുന്നത്? മൾട്ടിപ്പിൾ എക്സ്പാൻഷൻ ഓഫ് ഡെപ്പോസിറ്റ്സ്. മൾട്ടിപ്പിൾ എക്സ്പാൻഷൻ ഓഫ് ഡെപ്പോസിറ്റ്സ് കൂടും അല്ലേ? പല തരത്തിലായിട്ട് പല രീതിക്ക് ഡെപ്പോസിറ്റ്സ് കൂടും. അടുത്ത ചോദ്യം, ദ RBI ആക്ട് ആസ് എ ബാങ്കർ ടു ദ ഗവൺമെൻറ് ബൈ പെർഫോമിംഗ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഫങ്ഷൻസ്. RBI ആക്ട് ആസ് എ ബാങ്കർ ടു ദ ഗവൺമെൻറ് ബൈ പെർഫോമിംഗ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഫങ്ഷൻ. ഏതാണ്? മാനേജിങ് പബ്ലിക് ഡെറ്റ് ആൻഡ് ഇഷ്യൂയിങ് ന്യൂ ലോൺസ്. മാനേജിങ് പബ്ലിക് ഡെറ്റ് ആൻഡ് ഇഷ്യൂയിങ് ന്യൂ ലോൺസ്. അടുത്ത ചോദ്യം, ഇൻ ദ പ്രോസസ് ഓഫ് ക്രെഡിറ്റ് കോൺട്രാക്ഷൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ആക്ഷൻസ് പ്രൈമറിലി ലീഡ്സ് ടു എ ഡിക്രീസ് ഇൻ മണി സപ്ലൈ. ക്രെഡിറ്റ് കോൺട്രാക്ഷൻ പ്രോസസ്സിൽ ഏത് ആക്ഷൻ എടുക്കുമ്പോഴാണ് മണി സപ്ലൈ കുറയുന്നത്? ഏതാണ്? വിഡ്രോവൽ ഓഫ് ക്യാഷ് ഫ്രം ദി ബാങ്കിങ് സിസ്റ്റം. ഏതാണ്? വിഡ്രോവൽ ഓഫ് ദി ക്യാഷ് ഫ്രം ബാങ്കിങ് സിസ്റ്റം. ക്യാഷ് വിഡ്രോ ചെയ്യുമ്പോൾ. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ബെസ്റ്റ് എക്സ്പ്ലെയിൻസ് മോറൽ സുവാഷൻ ആസ് എ ക്വാളിറ്റേറ്റീവ് മെത്തേഡ് ഓഫ് ക്രെഡിറ്റ് കൺട്രോൾ. ക്രെഡിറ്റ് കൺട്രോളിന് വേണ്ടിയിട്ടുള്ള ക്വാളിറ്റീവ് മെഷറായ മോറൽ സുവാഷനെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? പെർസ്വേഡിംഗ് കൊമേഴ്സ്യൽ ബാങ്ക്സ് ടു ഫോളോ സെൻട്രൽ ബാങ്ക് ഡയറക്റ്റീവ്സ് ത്രൂ മോർ അപ്പീൽ റാദർ ദാൻ ലീഗൽ ഫോഴ്സ്. എന്താണ്? പെർസ്വേഡിംഗ് കൊമേഴ്സ്യൽ ബാങ്ക്സ് ടു ഫോളോ സെൻട്രൽ ബാങ്ക് ഡയറക്റ്റീവ്സ് ത്രൂ മോറൽ അപ്പീൽ റാദർ ദാൻ ലീഗൽ ഫോഴ്സ്. ക്രെഡിറ്റ് കൺട്രോളിന് വേണ്ടിയിട്ട് RBI എന്തോ ചെയ്യും? RBI മറ്റ് ബാങ്കുകൾക്ക്, കൊമേഴ്സ്യൽ ബാങ്കുകൾക്ക് ഉപദേശം നൽകും അല്ലേ? നിയമപ്രകാരം നീങ്ങാതെ ഉപദേശത്തിലൂടെയും അവബോധത്തിലൂടെയും അവർക്ക് എന്ത് കൊടുക്കും? ഒരു പ്രഷർ കൊടുക്കും. എന്തിനു വേണ്ടിയിട്ട്? ക്രെഡിറ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. നിയമം വഴി നീങ്ങുന്നതിന് മുമ്പായിട്ട് ഉപദേശത്തിലൂടെ ക്രെഡിറ്റ് കൺട്രോളിന് വേണ്ടിയിട്ട് അവരെടുത്ത് പറയും. അതാണ് മോറൽ സുവാഷൻ. വേറെന്തൊക്കെ മാർഗ്ഗങ്ങളുണ്ട്? ക്വാളിറ്റീവ് മെഷേഴ്സ് ഉണ്ട് RBIക്ക്. മോറൽ സുവാഷൻ കൂടാതെ ഡയറക്റ്റ് ആക്ഷൻ ഉണ്ട്. ഡയറക്റ്റ് ആക്ഷൻ പറയുമ്പോൾ നിയമപരമായി നേരിടും. പിന്നെ കൺസ്യൂമർ ക്രെഡിറ്റ് റെഗുലേഷൻ ഉണ്ട്, മാർജിൻ റിക്വയർമെൻറ്റ്സ് ഉണ്ട്, റേഷനിങ് ഓഫ് ക്രെഡിറ്റ് ഉണ്ട്. ഇത്രയുമാണ് RBIയുടെ ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ ടെക്നിക്സ്. ഏതൊക്കെയാണ് വരുന്നത്? മോറൽ സുവാഷൻ, ഡയറക്റ്റ് ആക്ഷൻ, കൺസ്യൂമർ ക്രെഡിറ്റ് റെഗുലേഷൻ, മാർജിൻ റിക്വയർമെൻറ്റ്സ്, റേഷനിങ് ഓഫ് ക്രെഡിറ്റ്. അടുത്ത ചോദ്യം, വാട്ട് വാസ് ദ പ്രൈമറി എയിം ഓഫ് എസ്റ്റാബ്ലിഷിംഗ് ദി നാഷണൽ ക്രെഡിറ്റ് കൗൺസിൽ ഇൻ 1968? 1968 നാഷണൽ ക്രെഡിറ്റ് കൗൺസിൽ എസ്റ്റാബ്ലിഷ് ചെയ്തതിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു? ടു കോർഡിനേറ്റ് ദി ആക്ടിവിറ്റീസ് ഓഫ് കൊമേഴ്സ്യൽ ബാങ്ക്സ് ആൻഡ് എൻഷുർ അഡ്വക്കേറ്റ് ക്രെഡിറ്റ് ഫ്ലോ ടു ദ കീ സെക്ടേഴ്സ്. കൊമേഴ്സ്യൽ ബാങ്ക്സിൻ്റെ ആക്ടിവിറ്റീസ് കോർഡിനേറ്റ് ചെയ്ത് മണി ഫ്ലോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലേ, കീ സെക്ടേഴ്സിലേക്ക് ക്രെഡിറ്റ് ഫ്ലോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് 1968 നാഷണൽ ക്രെഡിറ്റ് കൗൺസിൽ എസ്റ്റാബ്ലിഷ് ചെയ്തത്. അടുത്ത ചോദ്യം, ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ദ ലീഡ് ബാങ്ക് സ്കീം ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ 1969. 1969 ഇൻട്രൊഡ്യൂസ് ചെയ്ത ലീഡ് ബാങ്ക് സ്കീമിൻ്റെ ഒബ്ജക്റ്റീവ് എന്തായിരുന്നു? ടു അലോക്കേറ്റ് സ്പെസിഫിക് ഡിസ്ട്രിക്ട് ടു ഈച്ച് പബ്ലിക് സെക്ടർ ബാങ്ക് ഫോർ ഇൻറ്റൻസീവ് ബാങ്കിങ് ഡെവലപ്മെൻറ്റ്. എന്താണ്? ടു അലോക്കേറ്റ് സ്പെസിഫിക് ഡിസ്ട്രിക്ട് ടു ഈച്ച് പബ്ലിക് സെക്ടർ ബാങ്ക്. ഓരോ പബ്ലിക് സെക്ടർ ബാങ്കിനും ഒരു ഡിസ്ട്രിക്റ്റ് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ഇൻറ്റൻസീവ് ബാങ്കിങ് ഡെവലപ്മെൻറ്റ്. ബാങ്കിങ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട്. അതായത് ഈ കൂടുതലായിട്ടും റൂറൽ ഏരിയാസിലും അർബൻ ഏരിയാസിലുമൊക്കെ ഒരു ഡിസ്ട്രിക്റ്റ് എടുത്തിട്ട് അവിടെ ഒരു 15 മുതൽ 25 ഗ്രാമത്തിനെ സെലക്ട് ചെയ്ത് അവിടെ കൂടുതലായിട്ട് ബാങ്കിങ് ഡെവലപ്മെൻറ്റ് വരുത്താൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു പദ്ധതിയാണ് ഈ ലീഡ് ബാങ്ക് സ്കീം എന്ന് പറയുന്നത്. ഇത് കൊണ്ടുവന്നത് പ്രൊഫസർ DR ഗാഡ്ഗിലാണ് കൊണ്ടുവന്നത്. ഓക്കെ, അവിടുത്തെ ആ ഏരിയയിലെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് ട്രൂ അബൌട്ട് ഡിഫറൻഷ്യൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്? ഡിഫറൻഷ്യൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനെ കുറിച്ച് ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്.
എന്താണ്? ഓപ്ഷൻ എ, ബൈ പ്രൊവൈഡിംഗ് ലോൺസ് അറ്റ് എ ലോവർ ഇൻട്രസ്റ്റ് റേറ്റ് ടു പ്രയോറിറ്റി സെക്ടർ ബോറോവേഴ്സ് ആൻഡ് എയിമിംഗ് ടു റെഡ്യൂസ് ദി ബർഡൻ ഓഫ് ഹൈ ഇൻട്രസ്റ്റ് റേറ്റ്സ് ഓൺ പുവർ ബോറോവേഴ്സ്. എന്താണ് പറയുന്നത്? പ്രയോറിറ്റി സെക്ടർ ബോറോവേഴ്സിന് ലോവർ റേറ്റിൽ ലോൺസ് പ്രൊവൈഡ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ട്? അവരുടെ ഇൻട്രസ്റ്റ് ബർഡൻ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട്. അത് എല്ലാ ബാങ്ക്സിനും അങ്ങനെ ഒരു റൂള് കൊടുത്തിട്ടുണ്ട്. എന്താണ്? കൺസെഷണൽ റേറ്റിന് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രയോറിറ്റി സെക്ടേഴ്സിന് കൊടുക്കണം. ഇപ്പം ഒരു 100 കോടി ആസ്തിയുള്ളൊരു ബാങ്കാണെങ്കിൽ അതിൻ്റെ 4% പ്രയോറിറ്റി സെക്ടേഴ്സിന് പ്രൊവൈഡ് ചെയ്യണമെന്ന് നിർബന്ധമുണ്ട്. അതിൽ തന്നെ 40% SC/ST പോലെയുള്ള റിസർവേഷൻ കാറ്റഗറിക്ക് കൊടുത്തിരിക്കണം. ഇതാണ് ഡിഫറൻഷ്യൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അടുത്ത ചോദ്യം, ദ മിനിമം ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് ഫോർ സ്മോൾ ഫിനാൻസ് ബാങ്ക്സ് ഇൻ ഇന്ത്യ ഇസ്. സ്മോൾ ഫിനാൻസ് ബാങ്കിന് വേണ്ടിയിട്ടുള്ള മിനിമം റിക്വയർഡ് ക്യാപിറ്റൽ എത്രയാണ്? 200 crores ആണ്. ഇനി കറൻറ്റ് നമ്പർ ഓഫ് റീജിയണൽ റൂറൽ ബാങ്ക്സ് ഇൻ ഇന്ത്യയിലെ റീജിയണൽ റൂറൽ ബാങ്ക്സ് എത്ര എണ്ണം ഉണ്ട്? റീജിയണൽ റൂറൽ ബാങ്ക്സ് 28 എണ്ണമാണുള്ളത്. 28 റീജിയണൽ റൂറൽ ബാങ്ക്സ് ആണ് ഉള്ളത്. എന്നാണ് റീജിയണൽ റൂറൽ ബാങ്ക്സ് എസ്റ്റാബ്ലിഷ് ചെയ്തത്? 1975 ഒക്ടോബർ 2-നാണ് റീജിയണൽ റൂറൽ ബാങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്തത്. നരസിംഹം കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരമാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് എ കീ ഇനീഷ്യേറ്റീവ് ഓഫ് നബാർഡ് ഫോർ ഫിനാൻഷ്യൽ ഇൻക്ലൂഷന് വേണ്ടിയിട്ട് നബാർഡ് എടുത്ത ഒരു കീ ഇനീഷ്യേറ്റീവ് എന്താണ്? മൈക്രോ ഫിനാൻസ് പ്രോഗ്രാമാണ്. മൈക്രോ ഫിനാൻസ് പ്രോഗ്രാം. അടുത്ത ചോദ്യം, ദ പ്രൈമറി റെക്കമെൻഡേഷൻ ഓഫ് ദ നരസിംഹം കമ്മിറ്റി ഇൻ 1991 റിഗാർഡിംഗ് ദ ബാങ്കിങ് സെക്ടർ ഇൻ ഇന്ത്യ ആൻഡ് ഹൗ ഡിഡ് ഇറ്റ് എയിം ടു ഇംപ്രൂവ് ദി എഫിഷ്യൻസി ഓഫ് ബാങ്ക്. എങ്ങനെയാണ് നരസിംഹം കമ്മിറ്റി റിപ്പോർട്ട് ബാങ്കുകളുടെ എഫിഷ്യൻസി ഇംപ്രൂവ് ആക്കിയത്? ടു ഇൻട്രൊഡ്യൂസ് prudential norms and capital adequacy requirements to improve the financial stability of banks. എങ്ങനെയാണ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാപിറ്റൽ അഡിക്വസി റിക്വയർമെൻറ്റ്സ് പ്രൊവൈഡ് ചെയ്യാനും പിന്നെ പ്രുഡൻഷ്യൽ നോംസ് നിയമങ്ങൾ കൊണ്ടുവരാനുമാണ് നരസിംഹം കമ്മിറ്റി ശ്രമിച്ചത്. അടുത്ത ചോദ്യം, അണ്ടർ ദി ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 വിച്ച് ഓഫ് ദി ഫോളോയിങ് ബിസിനസ് ഇസ് പ്രൊഹിബിറ്റഡ് ഫോർ എ ബാങ്കിങ് കമ്പനി. ബാങ്കിങ് കമ്പനിക്ക് പ്രൊഹിബിറ്റ് ചെയ്തിരിക്കുന്ന അനുവദിച്ചിട്ടില്ലാത്ത ബിസിനസ് ഏതാണ്? ട്രേഡിംഗ് ഇൻ ഗുഡ്സ് ഫോർ പ്രോഫിറ്റ്, ലാഭത്തിന് വേണ്ടിയിട്ട് ഗുഡ്സ് ട്രേഡ് ചെയ്യുക എന്നുള്ളതാണ്. ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ഏത് വർഷമാണ്? 1949-ലാണ്. അടുത്ത ചോദ്യം, ദ അപെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ഇൻ ഇന്ത്യ ഏതാണ്? അഗ്രികൾച്ചറിനും റൂറൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള അപെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ നബാർഡാണ്. നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് എന്നാണ് വന്നത്? 1982 ജൂലൈ 12-ന്. എവിടാണ് നബാർഡിൻ്റെ ആസ്ഥാനം? മുംബൈയിലാണ് ആസ്ഥാനം. ഓക്കെ, ശിവരാമൻ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരമാണ് നബാർഡ് സ്ഥാപിതമായത്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ പ്രയോറിറ്റി സെക്ടർ. പ്രയോറിറ്റി സെക്ടറിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതാണെന്നാണ് ചോദിച്ചാക്കുന്നത്? റിയൽ എസ്റ്റേറ്റ് ഡെവലപ്മെൻ്റ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ലാത്തത്. അപ്പോൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഏതൊക്കെയാണ്? അഗ്രികൾച്ചർ, മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസ്, എഡ്യൂക്കേഷൻ ലോൺസ്. ഇത് മൂന്നും പ്രയോറിറ്റി സെക്ടറിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്? MSME ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, കൃഷി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ആൻഡ് എഡ്യൂക്കേഷണൽ ലോൺസ്. അടുത്തത്, ദ കിസാൻ ക്രെഡിറ്റ് കാർഡ് സ്കീം വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ ഇയർ. കിസാൻ ക്രെഡിറ്റ് കാർഡ് സ്കീം എന്നാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? 1998. നബാർഡ്സ് ഹെഡ് ക്വാർട്ടേഴ്സ് ഇസ് ലൊക്കേറ്റഡ് അറ്റ് മുംബൈ. നബാർഡിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? മുംബൈയിലാണ്. വിച്ച് international payment system enables cross-border transactions enable ചെയ്യുന്ന international payment system ഏതാണ്? സ്വിഫ്റ്റ് ആണ്. സ്വിഫ്റ്റ്. What is the purpose of a digital wallet? ഡിജിറ്റൽ വാലറ്റിൻ്റെ പർപ്പസ് എന്താണ്? To store payment cards. എന്തിനു വേണ്ടിയിട്ടാണ്? To store payment cards. What is the purpose of digital signature certificate? ഡിജിറ്റൽ സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റിൻ്റെ പർപ്പസ് എന്താണ്? ടു വെരിഫൈ ഐഡൻറ്റിറ്റി വെരിഫൈ ചെയ്യാനാണ് ഡിജിറ്റൽ സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റ്. ഡിജിറ്റൽ വാലറ്റോ പേയ്മെൻറ്റ് കാർഡ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. വിച്ച് സ്കീം പ്രൊവൈഡ്സ് പെൻഷൻ ബെനിഫിറ്റ്സ് ടു സബ്സ്ക്രൈബേഴ്സിന് പെൻഷൻ ബെനിഫിറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന സ്കീം ഏതാണ്? അടൽ പെൻഷൻ യോജനയാണ്. അടൽ പെൻഷൻ യോജന. വാട്ട് ഈസ് ദ ബെനിഫിറ്റ് ഓഫ് അടൽ പെൻഷൻ യോജന? ബെനിഫിറ്റ് എന്താണ്? ഗ്യാരൻറ്റീഡ് പെൻഷനാണ് അല്ലേ? ഗ്യാരൻറ്റീഡ് പെൻഷനാണ് അടൽ പെൻഷൻ യോജനയുടെ ബെനിഫിറ്റ്.
അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ് സൈബർ എക്സ്റ്റോർഷൻ. സൈബർ എക്സ്റ്റോർഷനെ കുറിച്ച് പറയുന്നത് ഏതാണ്? ത്രെറ്റനിങ് ടു റിലീസ് ഓർ ബ്ലോക്ക് ഡേറ്റ അൺലെസ് എ പേയ്മെൻറ്റ് ഇസ് മെയ്ഡ്. പേയ്മെൻറ്റ് കൊടുക്കാതെ എന്തെങ്കിലും ഡേറ്റ ബ്ലോക്ക് ആക്കി വെക്കുന്നത്, അതിനെയാണ് സൈബർ എക്സ്റ്റോർഷൻ എന്ന് പറയുന്നത്. ത്രെറ്റനിങ് ടു റിലീസ് ഓർ ബ്ലോക്ക് ഡേറ്റ അൺലെസ് എ പേയ്മെൻറ്റ് ഇസ് മെയ്ഡ്. ഭീഷണി, അതാണ്. അടുത്ത ചോദ്യം, DDoS എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്ട്രിബ്യൂട്ടഡ് ഡിനയൽ ഓഫ് സർവീസ്. DDoS എന്താണ്? ഡിസ്ട്രിബ്യൂട്ടഡ് ഡിനയൽ ഓഫ് സർവീസ്. അടുത്ത ചോദ്യം, വാട്ട് പാർട്ട് ഓഫ് ദി ഓപ്പറേറ്റിംഗ് സിസ്റ്റം മാനേജ് CPU ഷെഡ്യൂളിംഗ്. CPU ഷെഡ്യൂളിംഗ് മാനേജ് ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ്? ഓപ്ഷൻ ബി കെർണലാണ്, കെർണൽ. വിച്ച് ഔട്ട്പുട്ട് ഡിവൈസ് ഡയറക്ട്ലി യൂസസ് ഇലക്ട്രോസ്റ്റാറ്റിക് ചാർജസ് ടു പ്രൊഡ്യൂസ് ഫിസിക്കൽ ഔട്ട്പുട്ട്. ഏത് ഔട്ട്പുട്ട് ഡിവൈസാണ് ഡയറക്ട്ലി യൂസേഴ്സ് ഇലക്ട്രോസ്റ്റാറ്റിക് ചാർജ് യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ടു പ്രൊഡ്യൂസ് ഫിസിക്കൽ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇലക്ട്രോസ്റ്റാറ്റിക് ചാർജസ് ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ട് ഡിവൈസ് ഏതാണ്? ലേസർ പ്രിൻ്ററാണ്. ഏതാണ്? ലേസർ പ്രിൻ്റർ. അപ്പം ഇതായിരുന്നു, ഒരു 10-30ഓളം ചോദ്യങ്ങളുണ്ടായിരുന്നു എക്കണോമിക്സിൻ്റെ ഭാഗത്തുനിന്നും, പിന്നെ കുറച്ച് ചോദ്യങ്ങൾ IT ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. എല്ലാവർക്കും അപ്പം വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. നോട്ടിഫിക്കേഷൻ ഓണാക്കി വെച്ചേക്കുക. ഇതേപോലുള്ള സ്പെഷ്യൽ എക്സാംസിൻ്റെയും ടെക്നിക്കൽ എക്സാംസിൻ്റെയും ഒക്കെ ക്വസ്റ്റ്യൻസ് എടുത്ത് നമ്മുടെ ജനറൽ PSCക്ക് ആവശ്യമുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം സെലക്ട് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ചാനലാണ്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരിക്കണം. ഓക്കെ, താങ്ക് യു.